സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിനെ ചൊല്ലി തർക്കം. വൈസ് ചാൻസലറും CPM അംഗങ്ങളും തമ്മിൽ കനത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. VCയും രജിസ്ട്രാറും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ടായി. ഇതിനിടെ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. VCയുടെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമെന്ന് സിൻഡിക്കേറ്റ് അംഗമായ മുരളീധരൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധിയെപ്പോലും വൈസ് ചാൻസലർ അംഗീകരിക്കുന്നില്ലെന്ന് മുരളീധരൻ ആരോപിച്ചു. കോടതിയുടെ ആസിഫിന്റെ വിധിയിലും അതിനുശേഷം ഈ 15 പേരുടെ വോട്ട് ചലഞ്ച് ചെയ്ത് വന്ന റിട്ട് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് വന്ന വിധിയിലും പറയുന്ന കോടതിയുടെ നിരീക്ഷണങ്ങളെ അട്ടിമറിക്കുകയാണ് ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ചെയ്യുന്നത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ സർവകലാശാല നോക്കിക്കൊള്ളാമെന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്നും അന്വേഷിക്കാതെ പറയാൻ കഴിയുമോ എന്നും മന്ത്രി ചോദിച്ചു. സർക്കാർ അത് അന്വേഷിക്കട്ടെ. നിങ്ങൾ സംഘർഷം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു സംഘർഷവും ഇല്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോയതാണ് ആ സ്ഥലത്ത്. കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ? അത് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഞ്ജു, ഈ കോടതിയിലുള്ള ഹർജികളിൽ തീർപ്പ് വന്നിട്ട് മതി വോട്ടെണ്ണൽ എന്ന് VC പറയുന്നു. അത് അംഗീകരിക്കാനാകില്ല എന്ന് SFI പറയുന്നു. സംഘർഷത്തിൽ എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നതിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഇടതംഗങ്ങളും വൈസ് ചാൻസലറും തമ്മിൽ വാഗ്വാദമുണ്ടായി. 15 വോട്ടുകൾ എണ്ണരുത് എന്ന നിർദ്ദേശമുള്ളതിനാൽ കേസിൽ തീർപ്പ് വന്ന ശേഷം വോട്ടെണ്ണൽ മതി എന്ന നിലപാടിലാണ് VC. അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഈ പറഞ്ഞതുപോലെ ഈ കോടതിയിലുള്ള ഹർജികളിൽ തീർപ്പുണ്ടാക്കിയിട്ട് മതി വോട്ടെണ്ണൽ എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ VC? പ്രതിഷേധത്തിൽ എന്തെങ്കിലും തരത്തിൽ അയവ് വന്നിട്ടുണ്ടോ? സേതു, നിലവിൽ 1 മണിക്കായിരുന്നു വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷെ നിലവിൽ VCയുടെ കടുംപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുനയ ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനമെടുക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്കാണ് അധികാരമുള്ളത്. അത് രജിസ്ട്രാർ കൂടിയാണ് ഈ റിട്ടേണിംഗ് ഓഫീസർ. അപ്പോൾ രജിസ്ട്രാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൈക്കോടതി വിധി പൂർണ്ണമായും വരുന്നതിന് മുമ്പ് തന്നെ ഈ 83 വോട്ടുകളുടെ കാര്യത്തിൽ അത് എണ്ണാവുന്നതാണ് എന്നത്. പക്ഷേ അതിൽ VCയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് അത്തരത്തിലൊരു വോട്ടെണ്ണൽ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുന്ന നിലപാടായിരുന്നു VC മുൻപോട്ടേക്ക് വെച്ചത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നാലെ വോട്ടെണ്ണൽ ആരംഭിക്കണമെന്ന് ഇടത് സെനറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈസ് ചാൻസലർ നിലപാടെടുക്കുകയായിരുന്നു. ഈ 15 വിദ്യാർത്ഥി പ്രതിനിധികളുടെ വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. ആ പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം വരണം. അപ്പോൾ മാത്രമേ വോട്ടെണ്ണൽ നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് VC പറഞ്ഞത്. VCക്ക് വിവേചനാധികാരമുണ്ട്. അത് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കാൻ സാധിക്കില്ല എന്ന് അത് VCക്ക് അനുകൂലമായ നിലപാടായിരുന്നു വലതുപക്ഷ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതിൽ SFI പ്രവർത്തകരടക്കമുള്ള 11 പേരുടെ സെനറ്റ് കാലാവധി കഴിഞ്ഞതിനാൽ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്നും ഒപ്പം ഈ ഗവർണറുടെ നോമിനികളായ വിദ്യാർത്ഥികൾ കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ കേസും ഉൾപ്പെടെ കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അങ്ങനെ ഈ 2 കേസുകളിലും നിലവിൽ തീരുമാനമാവുന്നതുവരെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി തുടർന്ന് നിൽക്കുകയാണ്. അതിൽ ഒന്നിക്കൽ VC അനുനയ നീക്കത്തിൽ തയ്യാറാവണം, അല്ലെങ്കിൽ കോടതി വിധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിലവിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സെനറ്റിലെത്തി 60 ദിവസമെങ്കിലും കഴിയാതെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് കാണിച്ച് ഈ ഗവർണറുടെ നോമിനിക്കെതിരെ SFIയും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും തീരുമാനമുണ്ടാവണം. എങ്കിൽ മാത്രമേ അതും അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. എന്നാലും ഈ ഇരുവരുടെയും ഈ വോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണൽ പ്രതിസന്ധി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിയോടുകൂടി നേരത്തെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നായിരുന്നു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 1:14 ആയിരിക്കുകയാണ്. ഇപ്പോഴും ഈ VCയുടെ ചേംബറിൽ അനുനയ നീക്കവും ഒപ്പം ഉപരോധവും അടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി അഞ്ജു.
സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. കോടതിയിലുള്ള 15 വോട്ടുകളുടെ കാര്യത്തിൽ ഒരു തീർപ്പ് വന്നിട്ട് മതി മറ്റ് വോട്ടെണ്ണൽ എന്നൊരു നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ. എന്നാൽ അത് പറ്റില്ല എന്ന നിലപാടിൽ ആണ് SFI. പ്രതിഷേധം വലിയ രീതിയിൽ തുടരുന്നു. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.